അടുത്തത് ആറാമത്തെ വരികളുടെ വിശദീകരണമാണ്. 1-2 മണിക്കൂർ മനസ്സ് പ്രതികരിക്കാത്ത വണ്ണം അബോധാവസ്ഥയിൽ ആണ് അയാൾ ഉണ്ടായിരുന്നത്. ദുഃഖക്കടൽ നീന്താനുള്ള ശ്രമങ്ങളെല്ലാം അയാൾ നടത്തി നോക്കി. പക്ഷെ സാധിക്കുന്നില്ല. ചെമ്പകം പോലും തോറ്റുപോകുന്ന ശരീരവുമായി നിലത്ത് കിടക്കുന്ന ഭാര്യയെ താങ്ങിയെടുത്ത് മടിയിലിരുത്തി ഭർത്താവ് വിലപിക്കുവാൻ തുടങ്ങി. അബോധാവസ്ഥയ്ക്ക് ശേഷം അയാൾ പ്രിയതമയെ ഓർമ്മിക്കുന്ന രംഗങ്ങളാണ് ആറാമത്തെ വരികളിലുള്ളത്. ഇനി ഏഴാമത്തെ വരികളുടെ ആശയ വിശദീകരണം നോക്കാം. ഭാര്യയുടെ ഉത്തമ ജീവിതത്തെപ്പറ്റി ഭർത്താവ് പറയുന്നതാണ് ഏഴാമത്തെ വരികൾ. ഭാര്യയുടെ ഉത്തമ ജീവിതത്തെപ്പറ്റി ബാക്കിയുള്ളവർ പ്രശംസിക്കട്ടെ. മാനവും മര്യാദയും പുലർത്തിയാണ് അവൾ ഇന്ന് വരെ ജീവിച്ചത്. എല്ലാ ഗുണങ്ങളും തികഞ്ഞവളായിരുന്നു അവൾ. ജ്ഞാനവും ധ്യാനവും യോജിച്ച അവളുടെ അന്ത്യയാത്രയും ആനന്ദത്തോടെ ആകട്ടെ. ആ പ്രശംസയും ആത്മാവിന് സന്തോഷമാകട്ടെ. ഇങ്ങനെ ഭർത്താവ് ഭാര്യയ്ക്ക് മംഗളങ്ങൾ ആശംസിക്കുന്നു. ആശംസിക്കുന്നതാണ് ഈ ഏഴാമത്തെ വരികൾ. എട്ടാമത്തെ വരികളുടെ ആശയ വിശദീകരണമാണ്. സ്വർഗത്തിലെ ദേവസ്ത്രീകൾ അവളെ സ്വീകരിക്കുകയും സിംഹാസനത്തിൽ ഇരുത്തുകയും ചെയ്യും. പരേതയുടെ ആത്മാവ് നന്ദനോദ്യാനത്തിൽ നിന്ന് വീശിയടിക്കുന്ന കാറ്റ് കൊള്ളുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഉത്തമയായ ഭാര്യ സ്വർഗത്തിൽ തന്നെ പോകുമെന്നും അവൾക്ക് നല്ല ജീവിതം ലഭിക്കുമെന്നും അയാൾ വിശ്വസിക്കുന്നു. ഭൂമിയിലെ എല്ലാ സങ്കടങ്ങളും വിട്ടുമാറി അവൾ സ്വർഗത്തിലെ ഉദ്യാനത്തിൽ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നും അയാൾ ആശംസിക്കുന്നു. മരണശേഷം ഭാര്യ സ്വർഗത്തിലെത്തുമെന്നും അവിടെ നല്ലൊരു ജീവിതം അവൾക്ക് ലഭിക്കുമെന്നും ഭർത്താവ് ആശംസിക്കുന്നതാണ് എട്ടാമത്തെ വരികൾ. യാഥാർത്ഥ്യമെന്ന സംശയം കൊണ്ട് അവൾക്ക് സ്വർഗം കിട്ടുമെന്നൊന്നും പെട്ടെന്ന് തീരുമാനിക്കാനാകില്ല എന്നും ആ മനസ്സിന് പിന്നെ എന്തെങ്കിലും ചിന്തിക്കാനാകുമോ എന്ന് പറയാൻ പ്രയാസമാണെന്നും ഇവിടെ കൂട്ടിച്ചേർക്കുന്നു. ഒരു തത്വമില്ലെന്നും പല പല തത്വങ്ങളാൽ ഭിന്നമായതിനാൽ മരണാനന്തരത്തെപ്പറ്റി ഉറപ്പിച്ച് പറയാനാവില്ല എന്നും അയാൾ പറയുന്നു. മരണാനന്തരം സ്വർഗത്തിലേക്ക് ഭാര്യ എത്തുമെന്ന വിശ്വാസത്തോടെയാണ് ഭർത്താവ് ഇരുന്നത്. എന്നാൽ അദ്ദേഹം മരണാനന്തര ജീവിതത്തെപ്പറ്റി ഉറപ്പിച്ച് പറയാനാവില്ല എന്നും ഇവിടെ സംശയിക്കുന്നു.